പാക് സൈനികരുമായി ബന്ധപ്പെട്ട് 7 പാക് സൈനികരെ തടവിലാക്കി എന്നുള്ള അവകാശവാദവുമായി ബലൂച്ച് ആർമി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് തങ്ങളുടെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള ബലൂച്ച് ആർമി പ്രവർത്തകരെ വിട്ടയച്ചില്ലെങ്കിൽ ഈ സൈനികരുടെ തലയിറക്കുമെന്നാണ് ഈ വിഘടനവാദികൾ പറയുന്നത്. പാകിസ്ഥാൻ ഇവർ വല്ലാതെ വിറപ്പിക്കുകയാണ്. ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ദൃശ്യങ്ങളുടെ ആധികാരികത സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് പാകിസ്ഥാൻ വന്നിട്ടില്ല എങ്കിൽ പോലും ഓപ്പറേഷൻ ഹെറോഫിന്റെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത്. ഏതായാലും യുദ്ധസമാനമായ സാഹചര്യമടക്കം ബലൂച്ചിൽ ഉണ്ടാകുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ബലൂച്ചിന്റെ BLOയുടെ മാധ്യമവിഭാഗമായ ഹക്കൽ പുറത്തിറക്കിയ പ്രസ്താവനയിലും മറ്റും ഇത്തരം കാര്യങ്ങൾ പാക് ഭരണകൂടത്തിനടക്കം അന്ത്യശാസനം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് തങ്ങളുടെ ആൾക്കാരെ വിടണം, ഇല്ലെങ്കിൽ ഈ 7 പേരെയും കൊലപ്പെടുത്തുമെന്നുള്ളതാണ്. മൊത്തം 17 പേരെ തടവിലാക്കി. പക്ഷേ 10 പേർ തങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്, അതുകൊണ്ട് അവരെ വിട്ടയച്ചു എന്നും പറയുന്നുണ്ട്. ഒരു പാക് സൈനികരെന്ന് പരിചയപ്പെടുത്തുന്ന ഒരാൾ തങ്ങളെ വിട്ടയക്കണം, അതിന് പാക് സർക്കാർ നടപടികൾ സ്വീകരിക്കണം എന്നും മറ്റും കരയുന്ന വിഷ്വൽസ് ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് പാകിസ്ഥാനിൽ വലിയ ചർച്ചയായിട്ടുണ്ട്, വലിയ ആശങ്ക സൃഷ്ടിച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഇതുവരെ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ ഒട്ടും ആശാവഹമല്ല ഈ മേഖലയിലെ കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമാണല്ലോ. രഞ്ജിത്ത്, ഇപ്പോൾ കുറച്ച് ദിവസമായി ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ ഹെറോഫിൻ്റെ 2ാമത്തെ ഘട്ടമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം നടത്തിയത്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ആക്രമണം ബലൂച്ച് ലിബറേഷൻ ആർമി അഴിച്ചുവിട്ടപ്പോൾ നിരവധി മരണസംഖ്യ ഉൾപ്പെടെ ഉണ്ടായി, നിരവധി സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴെല്ലാം പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ ഒരു നാണം കെട്ട അവസ്ഥയായിരുന്നു. അവരുടെ സൈനിക കേന്ദ്രങ്ങൾ രാജ്യത്തിനകത്ത് തന്നെയുള്ള ഒരു വിഘടനവാദ ശക്തിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്തവണ്ണം അത്രയധികം ഒരു ദുർബലമായ അവസ്ഥയിലായിരുന്നു അവർ. ഇപ്പോഴിതാ അവരുടെ ഒരു 7 സൈനികരെ പിടിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഭീഷണി കൂടി ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയിരിക്കുകയാണ്. അതായത് തങ്ങളുടെ മറ്റ് തടവുകാരെ പാകിസ്ഥാൻ വിട്ടയച്ചില്ലെങ്കിൽ ഈ 7 പേരെ വധിക്കും എന്നതാണ് മുന്നറിയിപ്പ്. 7 ദിവസത്തെ സമയമാണ് ഇതിന് പാകിസ്ഥാൻ സർക്കാരിന് നൽകിയിട്ടുള്ളത്. അതിലിപ്പോൾ ഇനി 6 ദിവസം മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലായിട്ടുള്ള ഹക്കൽ വഴിയാണ് ഇത്തരമൊരു സന്ദേശം പുറത്തുവിട്ടത്. ഇതിൽ 7 പാകിസ്ഥാൻ സൈനികരെ അവരുടെ യൂണിഫോം അടക്കം നിൽക്കുന്ന ഒരു ദൃശ്യം അത് ബലൂച്ച് ലിബറേഷൻ ആർമി പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ പാകിസ്ഥാൻ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് തങ്ങളെ ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. സർക്കാർ എത്രയും വേഗം ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ തങ്ങളുടെ ജീവന് ആപത്താണ് എന്ന് ഇതിൽ പാകിസ്ഥാനിലെ ഈ ഒരു സൈനികരിൽ ഒരാൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മൊത്തം 17 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ആദ്യം പിടിച്ചെടുത്തത്. ഇതിൽ 10 പേർ അവിടെ തദ്ദേശീയരായിട്ടുള്ള ബലൂച്ച് വംശജർ തന്നെയാണ്. അതുമാത്രമല്ല അവർക്ക് പ്രാദേശിക പോലീസുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 10 പേർക്ക് മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുകയായിരുന്നു. മറ്റ് 7 പേരെ പാകിസ്ഥാൻ ആർമിയുടെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള 7 പേരാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പിടിയിലായിട്ടുള്ളത്. ഇപ്പോൾ നിലവിലൊരു ഭീഷണി തന്ത്രം തന്നെയാണ് അവർ പയറ്റുന്നത്. ഈ ആക്രമണങ്ങൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ ഹെറോഫിൻ്റെ ഒരു 2ാം ഘട്ടത്തിൻ്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഈ ബലൂച്ചിൻ്റെ സൈനികർ അതുപോലെ തന്നെ അവരുടെ പ്രവർത്തകർ ഉൾപ്പെടുന്ന ആളുകളെ വിട്ടുകിട്ടണം എന്നതാണ് ആവശ്യം. ബലൂച്ച് നാഷണൽ കോർട്ട് ഈ സൈനികരെ വിചാരണയ്ക്ക് വിധേയരാക്കുകയും ഇവരെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവരായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് ഇവരെ വിധിച്ചതെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നു. അതായത് ബലൂചിസ്ഥാനിലുള്ള സാധാരണക്കാർക്കെതിരായ ആക്രമണം, അതുമാത്രമല്ല നിരവധി വർഷങ്ങളായി ഇവിടെ ഈ പ്രതിഷേധ സ്വരം, പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുന്ന പലരെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആളുകളെ കാണാതായ ഈ സംഭവത്തിൽ ഉൾപ്പെടെ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് BLA വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. അവർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.